ഈ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ നെതന്യാഹു തോറ്റു പോകുമോ എന്ന ഭയം നെതന്യാഹുവിനെ വല്ലാണ്ട് പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചേക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവധിയിൽ പ്രവേശിച്ച സൈനികരെ തിരികെ വിളിച്ചിട്ടുണ്ട്. അതായത് യു എസുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. യു എസ് ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമയത്ത് ഇസ്രായേൽ ആക്ച്വലി ഇറാന്റെ മേലെ എന്താ പറയാ, മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തി ഇറാനെ എങ്ങനെയെങ്കിലും തറപറ്റിക്കുക, ഇറാനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക. അതിലൂടെ അടുത്ത ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന എന്താ പറയാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, സെക്യൂരിറ്റി മാൻ എന്ന് പറയുന്ന ആ ഒരു ഇമേജിനെ കുറച്ചും കൂടെ മുന്നോട്ട് വെക്കാൻ എന്നൊക്കെ പറയുന്ന പരിപാടിയിലേക്ക് നെതന്യാഹു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്രായേലിന് ഇങ്ങനെ അറ്റാക്ക് നടത്താൻ, ഇസ്രായേലിന് ഇങ്ങനെ യുദ്ധത്തിലേക്ക് പോകാൻ പുറത്തുനിന്ന് വേറെ ആരുടെയും അനുവാദമൊന്നും ആവശ്യമില്ല എന്നുള്ള വർത്താനം ഏകദേശം ഇസ്രായേൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ സപ്പോർട്ട് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിന്റെ കയ്യിൽ ഇനിയിപ്പോൾ എത്രത്തോളം ആയുധങ്ങളുണ്ട്, ഇറാൻ നടത്തുന്ന മാസീവ് ആയിട്ടുള്ള അറ്റാക്കിനെ എങ്ങനെ ഇസ്രായേലിന് ഒറ്റയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ കൂടുതലായിട്ട് ഏത് പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ഒറ്റയ്ക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് എന്നുള്ളൊരു സാധനം നമ്മൾ നോക്കണം. അതായത് നമുക്കറിയാലോ, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഫോഴ്സ്, അതായത് ഇവരുടെ മൊസാദ് എന്ന് പറയുന്ന മൊസാദിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ച് അടിപ്പട്ടലം എന്താ പറയാ പൊളിഞ്ഞ് പണ്ടാരടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഇസ്രായേൽ ഇറാനെതിരെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഇറാന്റെ കയ്യിലുള്ള ആയുധശേഷിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ സകലതും തെറ്റായിരുന്നു. ഇറാന്റെ ഗ്രൗണ്ടിൽ ഇപ്പോഴുള്ള റെജീമിനെതിരെയുള്ള ആളുകളുടെ പ്രതിഷേധം എത്രത്തോളം ആയിരുന്നു, അതിലേക്ക് ഒരു എക്സ്റ്റേണൽ പാർട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ അവർ അജ്ഞരായിരുന്നു. അതേപോലെ തന്നെ ഈ യുദ്ധം ഇങ്ങനെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലിനെയും തളച്ചിടാൻ ഇറാനെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുന്ന കാര്യത്തിലും മൊസാദിന് പഴച്ചുപോയി. അതേപോലെ തന്നെ ഇറാന്റെ കയ്യിൽ എത്രത്തോളം ആയുധശേഖരമുണ്ട്, ഇറാന്റെ കയ്യിൽ ഏതെല്ലാം തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ക്ലസ്റ്റർ ബോംബുകളൊന്നുള്ള കാര്യം മൊസാദിന് അറിവേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെ ഈ ഇറാന്റെ ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ പറയുന്ന മൊസാദ്, ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസി, ഇവർ കൊടുക്കുന്ന ഈ ഇൻപുട്ട് വെച്ചിട്ട് തന്നെ വേണ്ടേ ഇനിയിപ്പോൾ ഇവർ വീണ്ടും ഈ പറയുന്ന യുദ്ധത്തിലേക്ക് പോവാൻ? അത് മാത്രമല്ല, ഹിസ്ബുള്ളയായിട്ട് നടത്തുന്ന യുദ്ധത്തിൽ, ഹിസ്ബുള്ളയായിട്ട് നടത്തുന്ന കോൺഫ്ലിക്റ്റിൽ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ഡയപ്പർ ഫോഴ്സിന്റെ മൂട്ടിൽ വന്ന് പൊട്ടിക്കുന്ന ഹിസ്ബുള്ളയാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യവുമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇസ്രായേലിന്റെ അന്ത്യം അടുത്തു. അതായത് മുൻ മന്ത്രിമാരൊക്കെ പറഞ്ഞ പോലെ, പല അനലിസ്റ്റുകളും പറയുന്ന പോലെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അന്ത്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അന്താരാഷ്ട്ര സമ്മർദ്ദവും ഇസ്രായേലിന്റെ മേലെ ഉണ്ട്. അതായത് ഇപ്പോൾ സിംഗപ്പൂരിലാണെന്ന് തോന്നുന്നു ഇന്നലെ സിംഗപ്പൂരാണോ മലേഷ്യയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഇസ്രായേലിലേക്ക് ചരക്കുകൾ കയറ്റി വെച്ചിരിക്കുന്ന എന്താ പറയുക കണ്ടെയ്നറിനെ അവരവിടെ സീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇസ്രായേലിലോട്ട് ഒരു സാധനങ്ങളും ഇവിടുന്ന് കൊടുത്തയക്കില്ല എന്നുള്ള നിലപാടിലേക്ക് പല രാജ്യങ്ങളും എത്തപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ പശ്ചാത്തലത്തിലാണ് ഈ അടുത്ത ഇലക്ഷനിൽ തോറ്റു പോകുമോ, അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ നേഷൻ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉള്ള രാജ്യം, അതേപോലെ തന്നെ ഏറ്റവും ടാക്ടിക്കായിട്ട് യുദ്ധം നടത്തുന്ന രാജ്യമൊക്കെ എന്നുള്ള ഇസ്രായേലിന്റെ ഖ്യാതിക്ക് മേലെ അടപടലം അടിച്ച് പരത്തി വിട്ടിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു രക്ഷ നേടണം, ഇതിൽ നിന്ന് ആ പഴയ പവറിലേക്കും അതേപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർക്ക് ഉണ്ടാകുന്ന റൊമാൻറ്റിഫിക്കേഷൻ സാധനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള നെതന്യാഹുവിന്റെ ആഗ്രഹവും, അതേപോലെ തന്നെ അടുത്ത ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ഇലക്ഷനിൽ വിജയിക്കണമെന്ന നെതന്യാഹുവിന്റെ അത്യാഗ്രഹവും കൂടിയാണ് ഈ ഒരു പുതിയ വാറിലേക്ക് ഇപ്പൊ ഇവര് എടുത്തെറിയുന്നതല്ല, ഇസ്രായേലിനെ നെതന്യാഹു കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന് മുന്നേ തന്നെ അവധിയിൽ പ്രവേശിച്ച സൈനികരോട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇതിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള വിള്ളൽ തന്നെയാണ്. അതായത് സ്വിച്ച് ഇട്ട പോലെ അമേരിക്ക ഈ പറയുന്ന അറ്റാക്ക് നിർത്തുകയും നയതന്ത്ര ചർച്ചയിലേക്ക് അവർ മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇറാൻ ആക്ച്വലി അമേരിക്ക
അമേരിക്കയുമായിട്ട് നേരിട്ട് ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ആക്ച്വലി പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒമാനുമായിട്ട് സക്സസ്ഫുള്ളി അവരൊരു ചർച്ച കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ അമേരിക്കയുടെ സംയുക്ത സൈനിക മേധാവി യുദ്ധം ജയിക്കണം എന്നുണ്ടെങ്കിൽ വേറെ വല്ല വഴി നിങ്ങൾ കണ്ടെത്തി തന്നേ പറ്റൂ എന്നുള്ളത് ട്രംപിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ സ്ഥിതിക്ക് അമേരിക്കക്ക് ഇനി ബോംബിട്ടുകൊണ്ടും എയർ അറ്റാക്ക് നടത്തിക്കൊണ്ടും ഇറാനെ കീഴടക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയിട്ട് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക പോകുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് അമേരിക്ക എത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ യുദ്ധമില്ലാതെ, ആൾക്കാരെ കൊല്ലാതെ, ആൾക്കാരെ എന്താ പറയുക നശിപ്പിക്കാതെ ഇസ്രായേലിന് അടങ്ങിയിരിക്കാനും നെതന്യാഹുവിനും അടങ്ങിയിരിക്കാനും ഇതാമേർ ബെൻഗവീറിന് അടങ്ങിയിരിക്കാനും പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ നോക്കിക്കോളാം എന്നുള്ള നിലയിലേക്ക് ഇസ്രായേൽ മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതോടുകൂടെ ഈ പറയുന്ന അധിനിവേശ ടീം അവിടെ നിന്ന് ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ലോക സമാധാനത്തിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്നും കൂടിയാണ് പറയാനുള്ളത്.